ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ആടുമ്പോ വെൽക്കം വെൽക്കം. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ബർജർ ഹോം പെയിന്റ്സ് ആൻഡ് കോൾഗേറ്റ് പ്രസൻസ് ബിഗ് ബോസിലേക്ക് സ്വാഗതം. അങ്ങനെ 8ാം ആഴ്ചയും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 11 പേർ കയറിയതിൽ ഇനി 5 പേരാണ് വീട്ടിലുള്ളത്. അതിൽ ഒരാൾ ഇന്ന് പുറത്തേക്ക് പോകും. ബാക്കി 4 പേർ അടുത്ത ആഴ്ച, ഇപ്പോൾ തന്നെ പറയുകയാണ്, അടുത്ത ആഴ്ച വീട്ടിൽ പണപ്പെട്ടി എത്തും. അഥവാ അടുത്ത ആഴ്ച മണി വീക്കാണ് അടുത്ത ആഴ്ച. ആരായിരിക്കും പെട്ടിയെടുത്ത് വീടിനോട് വിട പറയുക, അല്ലെങ്കിൽ എവിക്ഷനിലൂടെ വിട പറയുക, അതെല്ലാം കാത്തിരുന്ന് കാണാം. ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോയി അവരെ ഒന്ന് കാണാം. വരും. സ്വാഗതം. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം തന്നെ തീരുമാനിക്കണം. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ടിക്കറ്റ് ടു ഫിനാലെ ആയിരുന്നു. ഈ ടിക്കറ്റ് ഫിനാലയിലൂടെ ഒരേ ഒരു മത്സരാർത്ഥിക്ക് മാത്രമാണ് ഡയറക്റ്റ് ആയിട്ട് ഫിനാലെ വീക്കിലേക്ക് പോവുക. ഇതിപ്പോൾ ഒരേപോലെ പോയിന്റുകൾ നേടി ജാക്കിയും നോബിത്തയും നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒത്തുതീർപ്പായി. നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെ നിങ്ങളുടെ തീരുമാനപ്രകാരം തന്നെ ഡയറക്റ്റ് ആയിട്ട് ഫിനാലെ വീക്കിലേക്ക് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. നിങ്ങൾ രണ്ടുപേരിൽ നിന്നും ആരാണ് ഫിനാലെ വീക്കിലേക്ക് പോകുന്നതെന്ന് ഇപ്പൊ തന്നെ തീരുമാനിച്ചു പറയൂ. സർ, ഞാൻ എന്റെ തീരുമാനം പറയാം. ഫിനാലെ വീക്കിലേക്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോകുന്നില്ല. എനിക്ക് പ്രേക്ഷക വിധിയിലൂടെ അവിടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ നോബിത്തയെ ഫിനാലയിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഓക്കെ, ജാക്കിയുടെ തീരുമാനപ്രകാരം ഡയറക്റ്റ് ടിക്കറ്റ് ടു ഫിനാലയിലൂടെ ഡയറക്റ്റായി ഫിനാലെ വീക്കിലേക്ക് എത്തിയിരിക്കുകയാണ് നോബിത്ത. കൺഗ്രാറ്റുലേഷൻസ്. ഈ ആഴ്ച മുഴുവൻ ടിക്കറ്റ് ഫിനാലെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. എന്നാലും നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കിടക്കാം. എവിക്ഷൻ പ്രോസസ്. ജാക്കി, മോട്ടോ, പിങ്കി, ഈ 3 പേരാണ് വന്നിരിക്കുന്നത്. ഈ 3 പേരിൽ 2 പേർ അവിടെ നിൽക്കും. ഒരാൾ എൻ്റെ അടുത്തേക്ക് വരും. ജാക്കി, എന്താണ് ജാക്കി പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഈ ഷോ എന്തെന്നറിയാതെ ഈ ഷോയിലേക്ക് വന്നു. 40 ദിവസം വരെ നിൽക്കാൻ പറ്റി. പ്രേക്ഷകവിധിയിൽ ഞാൻ അനുകൂലിക്കുന്നു. എന്നാൽ പ്രേക്ഷക വിധി പ്രകാരം നിങ്ങൾ സേവ്ഡ് ആണ്. യു സേവ്ഡ് ജാക്കി. ഓ, താങ്ക് യു സർ, താങ്ക് യു. സോ ഇനി മോട്ടു ആൻഡ് പിങ്കി, ഈ 2 പേരിൽ ഒരാൾ അവിടെ നിൽക്കും, ഒരാൾ എൻ്റെ അടുത്തേക്ക് വരും. പിങ്കിക്ക് എന്താണ് പറയാനുള്ളത്? എന്നെ മറന്നവർക്കായി അവരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആ ഒരു ലക്ഷ്യം വെച്ച് മാത്രമാണ് ഞാൻ ഈ ബിഗ് ബോസ് ഷോയിലേക്ക് വന്നത്. ഇത്രയും ദിവസം നിന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇനി അങ്ങോട്ടും 50 ദിവസം വരെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രേക്ഷകപതിയിൽ ഞാൻ യോജിക്കുന്നു. മോട്ടുവിന് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് നാടും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വിട്ട് ഇത്രയും ദിവസം മാറി നിൽക്കുന്നത്. ഇത്രയും ദിവസം ഈ ഷോയിൽ നിന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. തുടർന്ന് പോകണമെന്ന് തന്നെയാണ് എനിക്കും. പ്രേക്ഷകവിധി പ്രകാരം ഞാൻ എവിക്റ്റഡ് ആണോ സേവ്ഡ് ആണോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി സാർ. ടെൻഷൻ അടിക്കുന്നില്ല. എന്നാൽ പിന്നെ ശരി, കാർഡുണ്ട്. പ്രേക്ഷകവിധി പ്രകാരം 8ാം ആഴ്ചയിലെ എവിക്ഷനിലൂടെ പുറത്തേക്ക് വരുന്നത് വേറെ ആരുമല്ല, പിങ്കിയാണ്. പിങ്കി, എല്ലാവരോടും യാത്ര പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാം. മോട്ടോ, യു സേവ്ഡ്. അങ്ങനെ വീണ്ടും ഒരു എവിക്ഷനിലൂടെ ഒരു മത്സരാർത്ഥി പുറത്തേക്ക് വരികയാണ്, പിങ്കി. എന്താണ് പിങ്കി പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഇത്രയും ദിവസം വോട്ട് ചെയ്ത് ആ വീട്ടിൽ എത്തിച്ച എല്ലാ പ്രേക്ഷകരോടും 1000 നന്ദി പറയണം. എനിക്കിതേ പറയാം. ഇതൊരു ഷോയാണ്, അങ്ങനെ മാത്രം കണ്ടാൽ മതി. അത് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി പോകാം. നമുക്ക് അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച മണി വീക്കാണ്.